ഓക്കെ, അപ്പം നമ്മുടെ ഡേ 9 ആണ്. നമ്മൾ ഇന്ന് കുറച്ച് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും റിസർച്ച്, എങ്ങനെയാണ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈ AI ടൂൾ വെച്ച് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുന്നു. ബാച്ച് 1, ഡേ 9. ഈ ഇത് കുറച്ച് സിനാരിയോ നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഫേസ് ചെയ്യുന്ന കുറച്ച് വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ നമ്മൾ AI ടൂൾ ഉപയോഗിച്ച് ഒന്ന് സ്റ്റഡി ചെയ്ത് അതിന് ഒരു സൊല്യൂഷനിലോട്ട് എത്തുക എന്നുള്ളത് മാത്രമാണ് റിസർച്ച് എന്ന് പറഞ്ഞ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു 10 റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1, 2, 3, ഒന്നോ രണ്ടോ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട്, ദി ടീച്ചർ സ്ട്രഗിൾസ് ടു കീപ് ദ ക്ലാസ് ക്വയറ്റ് ആൻഡ് ഫോക്കസ്. ഒരു ടീച്ചർ സ്ട്രഗിൾ ചെയ്യാണ്, ഫോക്കസ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്, ആ പിള്ളേരെ ക്ലാസ്സിലോട്ട് ശ്രദ്ധിപ്പിക്കാൻ, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റാണ് ഞാൻ ഈ താഴെ തന്നിരിക്കുന്നത്. ആ പ്രോംപ്റ്റ് മാത്രം എടുത്ത് നമ്മൾ ക്ലോഡ് എന്ന് പറയുന്ന നമ്മുടെ ടീച്ചിങ് മാനുവലൊക്കെ തയ്യാറാക്കി അതിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ക്ലോഡിന് എന്താണ് ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, ഒന്ന് ക്ലോഡിൽ നമ്മൾ ചെയ്യും, മറ്റൊരു അഡ്വാൻസ് ടൂളായിട്ടുള്ള പെർപ്ലക്സിറ്റി. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഇതിനകത്തുണ്ടേ. പെർപ്ലക്സിറ്റിയും നമ്മൾ ഈ സെയിം സിറ്റുവേഷൻ ഒന്ന് അനാലിസ് ചെയ്ത് അവരുടെ അടുത്ത് നമുക്ക് കണ്ടുപിടിച്ച് തരാറുണ്ട് ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ. ഇപ്പോൾ റിസർച്ച് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഈ സാധനം. ഇതിനകത്തുള്ള എല്ലാ നമ്മൾ ChatGPT-യിലൊക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ആൻസർ എന്ന് പറയുന്ന ഈ ടാബാണ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നമുക്ക് മറ്റ് ലിങ്കുകൾ ഷെയർ ചെയ്ത് അതിനെ റിസർച്ച് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കാം. ഇമേജ് കൊടുത്തിട്ട് അതിനെ റിസർച്ച് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കാം. ഇത് പെയ്ഡ് ടൂളാണ്. അതിനകത്ത് ആദ്യമേ അപ്ഗ്രേഡ് പ്രോയിലോട്ട് മാറാൻ വേണ്ടി പറയാം. ഇത് ചെറിയ രീതിയിലൊക്കെ അവർ നമുക്ക് റിസർച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ വിഷയമാണ് ഞാൻ ഈ ചെറിയ പ്രോംപ്റ്റിൽ വെച്ചേക്കുന്നത്. റിസർച്ച് ചെയ്യ സ്കൂൾ സിറ്റുവേഷൻ വേർ സ്റ്റുഡൻറ് കോൺസ്റ്റൻ്റ്ലി ടോക്ക് ഡ്യൂറിങ് ലെസൺസ് ആൻഡ് ഡിസ്റപ്റ്റ് ദ ക്ലാസ് റൂം, എക്സ്പ്ലെയിൻ ദ കേഴ്സസ്, എക്സ്പ്ലെയിൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളാണ്. അപ്പം അതിനെ ടിപ്പിക്കൽ ക്ലാസ് റൂം സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ കേഴ്സസ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്, പുവർ സ്ട്രക്ചർ ആൻഡ് എൻഗേജ്മെൻറ്റ്, അൺക്ലിയർ എക്സ്പെക്റ്റേഷൻസ്. ഇങ്ങനെ ചാറ്റ് ചെയ്ത് വന്ന് കൂടുതൽ ഐഡിയാസ് നമുക്ക് ഇങ്ങനെ ചെയ്ത് ഭയങ്കരമായിട്ട് കുറേ സജഷൻസ് ഒക്കെ, ഫോളോ അപ്പ് സജഷൻസ് തന്നിട്ടുണ്ട്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പ്ലാൻ തന്നിരിക്കുകയാണ്, കണ്ടോ. നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ക്ലാസ് റൂം മാനേജ് എങ്ങനെ ചെയ്യാം. എ ചെക്ക് ലിസ്റ്റ് ഫോർ ടീച്ചേഴ്സ് ടു ഡയഗ്നൈസ് ആൻഡ് കർബ് കോൺസ്റ്റന്റ് സ്റ്റുഡൻറ് സ്റ്റാറ്റർ ബേസ്ഡ് ഓൺ പ്രൂവൺ സ്ട്രാറ്റജീസ്. ഇപ്പം അടുത്ത ഒരു മെനുവിലോട്ട് പോവുകയാണ്. അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പെർപ്ലക്സിറ്റിയുടെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു, അവിടെ വണ്ടി സ്റ്റോപ്പായി, അപ്ഗ്രേഡ് ചെയ്താലേ പറ്റുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ അത്ര അവിടെ വെച്ച് നിർത്തി. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ലല്ലോ, അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കിയോ. സെയിം ആണ് ഇവിടെ ചെയ്യിച്ചത്. റിപ്പോർട്ട് ഓവർവ്യൂ തന്നിട്ടുണ്ട്. റൂട്ട് കേസസ് ഐഡന്റിഫൈഡ്. സാറെ വീഡിയോ കാണില്ലേ? ഞാൻ ഷെയർ ചെയ്തില്ലേ? യൂ, സോറി. ഇപ്പം എല്ലാം ഒന്നേന്ന് പറയണമല്ലോ. ഓക്കെ, നോ ഇഷ്യൂ, ഒന്നേന്ന് പറയാം. അല്ല, കുഴപ്പമില്ല സാറേ, ആ, പറഞ്ഞത്. ക്ലിയർ ആണ്. നോക്കിയല്ലേ ടീച്ചർ? നോക്കിയോ? എന്നോടൊപ്പം നോക്കുന്നുണ്ടോ? അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റും എടുത്തു, ഈ ക്ലൗഡ്
ക്ലോഡ് എന്ന് പറയുന്ന സൈറ്റ് എടുത്ത് രണ്ട് സൈറ്റിൽ ഈ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ക്ലാസ് റൂമിനകത്തുള്ള ഈ പ്രോംപ്റ്റിനെ ഞാൻ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. അതൊരു ക്ലാസ് റൂമിൽ പിള്ളേരെ നോയ്സ് ഉണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുക എന്നുള്ളൊരു സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു സ്ഥിരം അധ്യാപകർ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതിനൊന്ന് റിസർച്ച് ചെയ്ത് കൂടുതൽ ഏഹ്, എന്താണ് എഫക്റ്റീവായിട്ട് ആ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റിസർച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്ലോഡിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് 10 എവിഡൻസ് ബേസ്ഡ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡഡ് ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട്. നമുക്കതിനെ കൂടുതൽ സംശയങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു വരുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള 10 സിനാരിയോയും നിങ്ങളൊന്ന് നോക്കണം. പലതും പല രസകരമായിട്ടുള്ളതും പല എഫക്റ്റീവായിട്ടുള്ളതും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഞാൻ എടുത്തത്. ദ ടീച്ചർ സ്ട്രഗിൾസ് ടു കീപ് ദ ക്ലാസ് ക്വയറ്റ് ആൻഡ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സിനാരിയോ ആണ് ഞാൻ എടുത്തത്. ബുള്ളിങ് ബിറ്റ്വീൻ സ്റ്റുഡൻസ്, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത്. ലോ സ്റ്റുഡൻറ് മോട്ടിവേഷൻ, ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ഇൻ ക്ലാസ്, വലിയ ക്ലാസ്സുകൾക്കൊക്കെ അങ്ങനെ സംഭവിക്കും. ലാർജ് ഡിഫറൻസസ് ഇൻ ലേണിംഗ് എബിലിറ്റി, ഇങ്ങനെയുള്ള ഓരോ വിഷയവും അതിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് താഴെയായിട്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഒന്ന് രണ്ട് വിഷയം നമുക്കൊന്ന് നോക്കി നമുക്ക് ഫ്യൂച്ചറിലും ഇങ്ങനത്തെ ഈ റിസർച്ച് മെത്തേഡ്, അതിന് ഈ പെർപ്ലക്സിറ്റിയും ബെസ്റ്റാണ്, ഈ ക്ലോഡും ബെസ്റ്റ് തന്നെയാണ്. അതിലെനിക്കൊരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ക്ലാസ് റൂം ഡിസ്ട്രപ്ഷൻ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ഞാൻ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് എന്തൊക്കെയാണ് പറയണതെന്ന് അറിയാമല്ലോ. ഇത് MD ആണ്. MD എന്ന് പറയുന്നത് ഡാറ്റാബേസ്, മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ് ഫോർമാറ്റ് ആണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ഈ സമയം കിട്ടുന്ന മുറയ്ക്കൊന്ന് നോക്കിക്കോണം. റിസർച്ചിൻ്റെ ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് റിസർച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ക്ലാസ് റൂമിൽ വരുന്ന നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ക്ലാസ് റൂം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ് റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് ടീച്ചിങ് കിറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. ഈ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ ഈ നമ്മൾ ചെയ്തു ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഗാമ AI ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി. ഈ പോസ്റ്ററിൻ്റെ കാറ്റഗറിക്ക് താഴേക്ക് വരുന്നതാണ്. നമുക്ക് ആ പാഠഭാഗമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊണ്ടുവരാം. പിന്നെ സ്റ്റുഡൻറ് ലെസണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, അത് നമുക്ക് ചെയ്യാം. വർക്ക്ഷീറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു. ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് വർക്ക്ഷീറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും. ക്വസ്റ്റ്യൻ ബാങ്ക്, അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് അതിനെ എങ്ങനെ ഒത്തിരി കോപ്പികൾ നമുക്ക് തയ്യാറാക്കണം, എങ്ങനെ റിയൽ ക്വസ്റ്റ്യൻ, നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. AI പാക്കേജ് വീഡിയോ നമ്മൾ 4ാമത്തെ ഡേ 4ലും 5ലും ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ 2ഉം 4ഉമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. മറ്റേ വർക്ക്ഷീറ്റ് നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു വർക്ക്ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രോംപ്റ്റ് കൊടുത്ത് നമുക്കതിനെ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് ഇന്ന് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ PDF ആക്കി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആദ്യം ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 2ാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു ഡോഗ് സ്കാനർ എന്ന് പറഞ്ഞ ഒരു ആപ്പ്, ഡോഗ് സ്കാനർ, ആ ആപ്പിൻ്റെ സഹായത്താലാണ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഞാൻ എടുത്തത്, ഫോണിലേക്ക് സ്കാൻ ചെയ്തെടുത്തത്. അതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇടാം.
ബാച്ച് 1 വരെ വന്നിട്ടുണ്ട്. ഇതാവും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ട് ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പല വെർഷൻസ് നമ്മൾ തയ്യാറാക്കും. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും കോപ്പികൾ നമ്മൾ തയ്യാറാക്കും. അത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. സ്റ്റാൻഡേർഡ് 2ന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേം എന്നാണ്. സെക്കൻഡ് ടേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 4, ആക്ടിവിറ്റി 5. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നാണ് എന്തില്ല, കുട്ടികൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാറില്ല എന്നുള്ളത് ശരിയല്ലേ? അപ്പം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കാം. അതെങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇന്ന് ഒന്ന് നോക്കാം. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ChatGPT ആണ് എടുക്കുന്നത്. ChatGPT ന്യൂ ചാറ്റ് എടുത്തിട്ട് പ്ലസ് കൊടുത്ത് നമ്മുടെ ആ ഇമേജിനെ ആദ്യം ഇങ്ങോട്ടോട്ട് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നതിനെ ഇങ്ങനെ കൊണ്ടുവരും. ഫോണിൽ ചെയ്യാൻ എളുപ്പമാണ്. ഡൗൺലോഡ് എടുത്തിട്ട് എന്ത് പറഞ്ഞു കൊടുക്കും, ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ പെട്ടെന്ന് വരും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇമേജിനെ കൊണ്ടുവന്നിട്ട് അതിനെ എങ്ങനെ നമ്മൾ കൊടുത്ത ഇമേജ് ടു PDF എന്ന്. ഇവിടെ എന്ത് കൊടുക്കും, PDF ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കും. PDF ടു ടെക്സ്റ്റ് ഫോർമാറ്റ് എന്നാണ് കൊടുക്കുക. PDF ടു ടെക്സ്റ്റ് റെക്കോർഡിങ്. ഓക്കെ, PDF ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ഈ കാണുന്ന എല്ലാ അതിനകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം നമുക്ക് കിട്ടും. വിത്തൗട്ട് ഇമേജ് ആയിരിക്കുമേ. അതാദ്യമേ ഞാനൊരു ജാമ്യം പറയാണ്, ഇമേജ് ഇല്ലാതെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇമേജിന് എന്ത് ചെയ്യാൻ പറ്റും, ആരെങ്കിലും എനിക്കൊരു ഐഡിയ പറഞ്ഞു തരുമോ? നമ്മൾ 9ാമത്തെ ഡേയിലെത്തി. ഇമേജിന് ഇതിനെ കൊണ്ടുവരണം, അതിനെന്ത് ചെയ്യും? വാട്ട് ഷുഡ് ഐ ഡു? എന്ത് ചെയ്യാം? ആർക്കെങ്കിലും പറയാമോ? 4 പേരുണ്ട്. ടീച്ചേഴ്സ്, കമോൺ ഷൂട്ട്. നമ്മളെ PDF നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കി ഇതിൻ്റെ അകത്ത് ഇമേജ് കൊണ്ടുവരണം. എന്ത് ചെയ്യാം? സബീറ ടീച്ചർ ഒന്നതേ ഉള്ളൂ തോന്നും. ഹലോ, എനിബഡി? ഞാൻ തുടങ്ങി തരാം. ആദ്യം ഇതിനെല്ലാം ഡോക്കിൽ കൊണ്ടുപോകും. ഇതിപ്പോൾ ഞാൻ ചെയ്തു വെച്ചതേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ മറ്റൊരു മോഡൽ വേണം. ഐ നീഡ് another model question. എനിക്ക് അതിൻ്റെ മറ്റൊരു മോഡൽ ആവശ്യം. അപ്പോൾ മറ്റൊരു മോഡൽ ഇത് തയ്യാറാക്കി തരും. ഇപ്പോൾ ആദ്യത്തെ ഉള്ളതിൻ്റെ ഒരു ബേസ് അതിനകത്ത് കാണുകയും ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ എന്താ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി, നൗ ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻസ് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ദ നെയിം ഓഫ് ദ ബോയ് ഈസ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചറിൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു, ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുമല്ലോ മഞ്ഞ ക്വസ്റ്റ്യൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ചെയ്തിരുന്നാൽ
ഈ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ക്വസ്റ്റ്യൻസിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും കൂടെ ചെയ്തിരുന്നാൽ നമുക്ക് കുട്ടിക്ക് കൊടുക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. ആക്ടിവിറ്റി 1 ഇതിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനാണ്. ദ നെയിം ഓഫ് ദ ഗേൾ, ബോയ് മാറി ഗേളായി. ആദ്യത്തേല് ദ നെയിം ഓഫ് ദ ബോയ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദ നെയിം ഓഫ് ദ ഗേൾ എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ദ ബോയ് ഹേർഡ് ദ സൗണ്ട് ഓഫ് എ ഡാഷ്, കാറ്റ്, കൗ, ഡോഗ്. ഈ ക്വസ്റ്റ്യനിലോ ദ ഗേൾ saw എ ഡാഷ് ഇൻ ദ ഗാർഡൻ. ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എത്ര വേണമെങ്കിലും, ഞാൻ ഇപ്പോൾ ഒരെണ്ണമാണ് പറഞ്ഞത്, ഇതിന് പകരം ഞാനിവിടെ ഒരു 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതൊരു മോഡലായിട്ട് സ്വീകരിക്കുക. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനെയും നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും തയ്യാറാക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. നമ്മൾ ആരെയും താങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എന്നെ പറ്റും, സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിനെ ഒന്ന് സാറ് സാറ് നമ്മുടെ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇമേജ് ഇല്ലായിരുന്നോ? മോഡൽ ഉണ്ടായിരുന്നു കൊടുത്തേ. അപ്പൊ അതുപോലെ ഉണ്ടായിരുന്നു ഇതിന് കൊടുത്ത വരില്ല ചെയ്തു തരത്തില്ലേ? വരില്ല. ഇല്ല. നമുക്ക് യെസ് യെസ്, നിങ്ങളത് പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ തന്നെ ചെയ്യണം, നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യണം. ഇതിനെ ഞാൻ ഏതിൽ കൊണ്ടുപോകും? ക്യാൻവയിൽ കൊണ്ടുപോകും. ഇവനെ ഞാൻ ക്യാൻവയിൽ കൊണ്ടുപോയി പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യുകയും ചെയ്യും. അതങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാനാണ് നമുക്ക് സാധിക്കുക. ഇമേജിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അതിനൊരു ബുദ്ധിമുട്ടുണ്ട്, മലയാളം ഇംഗ്ലീഷ് കോൺഫ്ലിക്റ്റ് വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇതിനകത്ത് A4 കൊടുത്ത് ഇത് മറ്റേ വേർഡിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഒരു ഫ്രീ തോന്നുന്ന ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത്. ക്രിയേറ്റ് ക്രിയേറ്റ് കൊടുത്തിട്ട് A4 കൊടുക്കണം. ഇത് ഞാൻ ചെയ്ത ഫയലുകളൊക്കെ വരും. ക്രിയേറ്റ് കൊടുത്തിട്ട് A4 കൊടുത്താലാണ് കറക്റ്റ് കിട്ടുക. അങ്ങനെ ചെയ്യാം. സാർ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് എത്ര എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ആ- ആ പിക്ചറിൽ കാണുമല്ലോ, അതൊന്ന് തന്നെ പിക്ക് ചെയ്യാം. ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നേരേ. അയ്യോ, ഇതെന്തോ, ഇതല്ല, ഇതല്ലല്ലോ. എവിടെയായിരുന്നു? ചാറ്റ് ജി പി ടി കിടക്കുന്ന ടെക്സ്റ്റിനെ കോപ്പി ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവരണം. ഇതാണ് എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ്. ഇതിനകത്ത് ഈ കാണുന്ന, ഇപ്പം വേണ്ടല്ല, ടെക്സ്റ്റ് എടുത്തു, അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കുന്നു, ചെറുതാക്കുന്നു. നമുക്കിത് 2 പേജിലായിട്ട് വേണം. ഞാൻ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതിപ്പോൾ ഒരു പേജ്, ഇത്രയും ഒരു പേജ് ഇങ്ങനെ വെച്ചല്ലോ. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇവൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇപ്പോൾ ഒരെണ്ണത്തിന് 2 ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് ഈ നമുക്ക് ഈ ഫസ്റ്റ് പേജിൽ എത്ര എണ്ണം വേണം? ഇൻസ്ട്രക്ഷൻ, റൈറ്റ്, ഈ 3 വെച്ച് ഇതും വെച്ച് ഇതും വെച്ച് ഇത് വെച്ച് വെച്ച് 5. ക്വസ്റ്റ്യൻ ദ നെയിം ഓഫ് ദ ഗേൾ ഈസ് ഡാഷ്, മീന, ടീന, റാണി. ദ ഗേൾ സോ എ ഗാർഡൻ, ബട്ടർഫ്ലൈ, ഡോഗ്, കാറ്റ്. ഈ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ളതിനൊക്കെ ഞാൻ കട്ട് ചെയ്യണം. ആക്ടിവിറ്റി 2 മുതലുള്ളതൊന്നും വേണ്ട, എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇതിൽ നമ്പറിങ് വന്ന് കിടക്കുകയാണ്, നമ്പറിങ് നമുക്ക് വേണ്ട. നമ്പറിങ് ഇതുവരെയുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു.
അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കി എടുക്കേണ്ട ഒരു പാടുണ്ട്. ഈ ഇതിൽ കാണിക്കുന്നതന്നെയും ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പറിങ് ഒന്നും വേണ്ട. അപ്പോൾ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകും. ABC അതെങ്ങനെ മാറ്റിയത്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്പർ, ഈ മുകളിൽ നമ്പർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് അത്രയും പോകും. ഇതിലൊന്നും നമ്പർ വേണ്ട. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പറൊക്കെ അങ്ങ് പോകും. ഇതും നമ്പറൊന്നും വേണമെന്നില്ല, ഒരു ബുള്ളറ്റ് കൊടുത്താൽ മതി. ഇൻസ്ട്രക്ഷൻസ് ബുള്ളറ്റ് കൊടുത്തു. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് റൈറ്റ്, ലുക്ക് അറ്റ് ദ പിക്ചർ, ആൻസർ ദ ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് ദ ഗേൾ ഈസ് ഡാഷ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമ്മുടെ അതിനകത്ത് ഇമേജ് ഉണ്ടായിരുന്നല്ലോ, ആ ഇമേജ് നമുക്ക് എടുക്കാം. ഇമേജ് ഡെസ്ക്ടോപ്പിൽ കിടക്കും. ഇമേജിനെ ഞാൻ പിക്ക് ചെയ്ത് ഇമേജ് ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ഇമേജ് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കുട്ടി, ഇത്രേ ഉള്ളൂ. ഒരു കുട്ടി ഇതായിരിക്കുന്നു, മരത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നു, കയ്യിലൊരു ബേർഡും ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രോംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തറായി കിട്ടുമല്ലോ. ക്യാൻവയിൽ തന്നെ ചെയ്യാം. നമ്മളിതുവരെ പരീക്ഷിച്ചില്ലല്ലോ ക്യാൻവയിൽ. ക്യാൻവയിൽ തന്നെ നമുക്ക് ചെയ്യാം. ദൂരം എടുത്തും പോണ്ട. ക്യാൻവയിൽ തന്നെ ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യിക്കാം. എലമെൻറ്റ്സ് എടുത്ത് ഈ ജനറേറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് മീ, എവിടെ പോയി, ഇത് മുമ്പ് ഇപ്പോൾ എല്ലാം കൊടുത്തതായിരിക്കും. ക്യാൻവയിൽ വരാനുള്ള ഒരു കാരണം ഇതാണേ, ക്യാൻവയിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് എ ബോയ് സിറ്റിംഗ് നിയർ എ ട്രീ and a small bird is in his hand. ഇത്രേ കൊടുക്കണുള്ളൂ. ഇതിൻ്റെ ഒരു ഇലിസ്ട്രേഷനാണ് എനിക്ക് വേണ്ടത്. ഈ കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പല ഗ്രാഫിക്സ് അങ്ങനെ പലതും കാണിക്കുന്നുണ്ട്. ഇമേജ് വേണമെങ്കിൽ ഇത്, ഗ്രാഫിക്സ് വേണമെങ്കിൽ ഇത്, വീഡിയോ വേണമെങ്കിൽ അത്. ഈ വീഡിയോ ഒക്കെ എല്ലാ ഫ്രീ ഇതിനകത്ത് പറ്റൂലായിരിക്കും. ഈ ഗ്രാഫിക്സ് എന്തായാലും വർക്ക് ചെയ്യാൻ സാധ്യതയാണ്. ഞാൻ ഗ്രാഫിക്സ് ആണ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാഫിക്സ് കൊടുത്തു. ഇനി ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് വർക്കാവും. വെറുതെ പ്രോംപ്റ്റ് നമ്മൾ അതിൽ കൊടുക്കുന്ന പോലെ സംതിങ് യു ടൈപ്ഡ് മേ റിസൾട്ട് ഇൻ കോണ്ടന്റ് ദാറ്റ് ഡസൻ മീറ്റ് അവർ പോളിസീസ് എന്ന് പറയണം. ബോയ് എന്ന് പറയുന്നതാണ് പോളിസിക്ക് എതിരായിട്ട് വന്നത്. ഇവിടെയൊക്കെ കിടപ്പുണ്ട് ബോയ്. ഈ പിക്ചർ എടുത്ത് വയ്ക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പ്രോംപ്റ്റിൽ ബോയ് പ്രശ്നം വന്നു. അങ്ങനെ വരാൻ പാടുണ്ടോ? ബോയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പോട്ടെ, നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് ഞാൻ ഈ പിക്ചറിനെ നമ്മൾ പിക്ക് ചെയ്ത് ഇതിനകത്ത് എടുത്ത് വെച്ച് നമ്മുടെ കാര്യം സാധിച്ചു. അത്രേ ഉള്ളൂ. നല്ല രസമായിട്ടൊക്കെ നമ്മൾ ഈ ഫോണ്ടിനെ നല്ല ഫോണ്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെന്താ ഞാൻ ചെയ്തേ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ചെയ്തത്, ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിന്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ, കാണാം അല്ലേ? സ്ക്രീനിൽ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കൺഫേം ചെയ്യാമോ ആർക്കെങ്കിലും? സാറിങ്ങനെ കൈ പിടിച്ചേക്കുന്ന കാണാം. അതെ 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 മോഡൽ അതെ അതെ ചെയ്തേക്കുന്നു. ആ ആ ആ, അതെ അതെ അതെ.
എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഞാൻ ഈ നമ്മുടെ ഫോണിൽ ഡോഗ് സ്കാനർ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. എങ്ങനെ നമുക്കൊരു സ്കാനർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിലേക്ക് മാറ്റാം അതിൻ്റെ ഓരോ ഫോട്ടോ. ഡോഗ് സ്കാനർ സ്ക്രീനിൽ വ്യക്തമാവാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ കിട്ടും. ഓക്കെ. ഡോഗ് സ്കാനർ ഉപയോഗിച്ച് എല്ലാ പേജുകളും നമ്മൾ PDF ആക്കി അങ്ങനെ ഷെയർ ചെയ്തതാണ് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് കിടക്കുന്ന ഒരു ഫയൽ. ആ ഫയലിനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. അതിനെ ChatGPTക്ക് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇതിനെ എന്താക്കി തരണമെന്ന് പറഞ്ഞു. PDF ടു ടെക്സ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് ആ എല്ലാ ആക്ടിവിറ്റികളെയും വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് എനിക്ക് ടെക്സ്റ്റ് ആക്കി തന്നു. ആ ടെക്സ്റ്റിനെ എനിക്ക് ഐ നീഡ് അനദർ മോഡൽ, എനിക്ക് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞു. അത് ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യന് ഞാനിപ്പോൾ എടുത്ത 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ തരുന്ന ആ ക്വസ്റ്റ്യൻ്റെ ഇതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചേർക്കാനുണ്ടല്ലോ, അതും കൂടെ ചേർക്കണമായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യന് അങ്ങനെ ഒരു പ്രശ്നം പറ്റി. പക്ഷെ വലിയ ക്ലാസ്സുകൾക്ക് അങ്ങനെ പ്രശ്നമില്ല. 3ാം ക്ലാസ് 4-നൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ നമ്മൾ ഓർത്ത് ചേർക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്താൽ മതി. ആ ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതത്രയൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് കിട്ടി. ആ കിട്ടിയ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി എടുത്തു. കോപ്പി എടുത്ത് പുതിയ ഒരു പേജിനകത്ത് ക്യാൻവയാണ് ഞാൻ ഇതിനെ സജസ്റ്റ് ചെയ്യുന്നത്. വേർഡിൽ ചെയ്യാമെന്ന് ഒരു ടീച്ചർ പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെയും ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇത് ചെയ്ത് ശീലിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു A4 എന്ന് പറഞ്ഞ് ഒരു ക്യാൻവ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ക്രിയേറ്റ് കാണിക്കുമല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇവിടെ A4 ഒന്ന് നേരിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. വേറെ ഇങ്ങോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട. A4 ഒന്ന് അടിച്ചു കൊടുത്താൽ അത് പ്രിന്റിങ് കൂടെ സൗകര്യത്തിനാണ്. A4 കൊടുത്ത് നമുക്ക് A4 സൈസ് കിട്ടും. അതിനകത്ത് ആ പേജുകൾ ഓരോന്നായിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചായിട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതി. അത് മതി, ഒരാവശ്യത്തിനുള്ള സൈസ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ കട്ട് പേസ്റ്റ് ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ആവശ്യത്തിന് ചെയ്തുകൊണ്ട് വന്നാൽ അത് മതി. ഈ പേജ് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനാവശ്യമുള്ള ഇമേജുകൾ ഇവിടെ നമ്മുടെ എലമെന്റ്സിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ജനറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ബോയി ആയതുകൊണ്ടാണ് ഇവിടെ ഒരു വിഷയം. ഞാനൊരു മാൻ അടിച്ചു നോക്കാം. മാനിനെ ജനറേറ്റ് ചെയ്ത് കിട്ടണമെന്ന് നോക്കട്ടെ. മാൻ്റെത് ഇവിടെ ഈ കാണുന്നതാണ് എൻ്റെ ജനറേറ്റിംഗ് ഓപ്ഷനെ. ഞാനിപ്പോൾ ചെയ്യുന്ന ഇമേജ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ വാട്സപ്പിലെ മറ്റേ ചെയ്യുന്നതും ജെമിനിയിൽ ചെയ്യും. പേര് പറഞ്ഞില്ല. ChatGPTയിൽ ചെയ്യും. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന സാധനം തന്നെയാണ് ഇവിടെയും കൊടുത്തത്. അപ്പോൾ അത് ഇതിനകത്താണെങ്കിൽ എളുപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. അല്ല, ഇതിനകത്ത് തന്നെ ഇതിൻ്റെ സെർച്ച് ഉണ്ട്. അതിനകത്തും 10,000-കണക്കിന് ഇമേജുകൾ നമുക്ക് കിട്ടും. ഇവൻ്റെ ക്യാൻവയുടെ ഇമേജുകളിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇപ്പം മാൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടി. ഓഹോ, ഇപ്പം അങ്ങനെയായ നിയമങ്ങൾ. എനിവേ, ഓക്കെ. ഇങ്ങനെ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റ് ആണ്. ബോയ് മാറ്റി മാൻ ആക്കിയപ്പം കിട്ടി. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി. വളരെ ഉപയോഗമുള്ള സാധനമാണ്. ഒന്ന് നോക്കുക. ഇതിനകത്ത് ഒരുപാട് ഒട്ടനവധി ഇമേജുകളുണ്ട് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രസകരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ നോട്ടും കൂടെ ഇരിപ്പുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഞാൻ ഒരു നോട്ട് ഇന്ന് എടുത്ത് വെച്ചിട്ടുള്ളത് ഏതാണെന്നോ,
നമ്മളിന്ന് നോട്ടും ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിനാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും നോക്കുന്നത്. മറ്റേ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ റിസർച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കാനാണ്. അത് എനിക്ക് തോന്നുന്നില്ല വലിയ ഉപയോഗം വരുമെന്ന് അറിഞ്ഞുകൂടാ. എത്ര പേര് റിസർച്ച് ചെയ്ത് റെഡിയാക്കും എന്നുള്ള കാര്യമൊക്കെ പ്രായോഗികമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് അത് നോക്കുക. എങ്കിലും ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് പ്രയോജനം ഉള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറും കുട്ടികളുടെ നോട്ടും. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. ഇനി കുട്ടികളുടെ നോട്ടും കൂടെ ഒന്ന് നോക്കണം. ഇനി ഒരു സാധനം കൂടെ ഞാൻ ഇതിന് ഇടയ്ക്ക് പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഈ സുനോ എന്ന് പറഞ്ഞൊരു സാധനം, അതും കൂടെ ഇന്ന് നമുക്ക് സമയമുണ്ട്. അതും കൂടെ പറ്റിയാൽ അതും കൂടെ ഇന്ന് നോക്കാം. ഇല്ലെങ്കിൽ സമയം തീരുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ നമ്മുടെ എഴുതുന്ന കവിതകളൊക്കെ നല്ല ഈ പാട്ടായിട്ട് മാറ്റുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും. മെറ്റയ്ക്ക് സാറേ, കുട്ടികൾക്ക് ഏതാ മെറ്റക്കകത്ത് ആ ചെയ്യാൻ പറ്റുന്നില്ലേ? പാട്ട് വരി കൊടുത്താൽ പാട്ടാക്കി തരത്തില്ലേ? മെറ്റയിൽ അങ്ങനെ ഞാൻ അത്ര മെറ്റയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടോ? സംവിധാനം ഉണ്ടോ? പാട്ടായിട്ട് തരുമോ? ഒരു പാടി തരും, തരും മ്യൂസിക് തരും. കേട്ട്. ആ ആ അതെനിക്ക് പുതിയ അറിവാണ് കേട്ടോ. അങ്ങനെ ഒരു സംവിധാനം വന്നല്ലേ, ഞാൻ നോക്കാം. ഇന്ന് എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓരോ ദിവസവും ഇതിനകത്ത് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട് AI വേൾഡിലെ. അപ്പൊ നല്ല രസമുള്ള പാട്ടൊക്കെ ആയിരിക്കും അല്ലേ അതില്? ആ, നമ്മുടെ പേര് കൊടുത്താ 2-3 വരി കൊടുത്താൽ അവർ ചെയ്തു തരും. ഓ, ഞാൻ നോക്കാം. അപ്പൊ ഇത് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു നോട്ടാണേ. ഇത് ഏത് ആണ് എന്നുള്ളത് നോക്കട്ടെ. ലേബർ ഇന്ത്യ ആണോ? യെസ്, ലേബർ ഇന്ത്യയിലെ ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, ചോദ്യവും അതിന്റെ ഉത്തരവും ഒക്കെ. അതിനെ ഞാനൊന്ന് ഈ യൂണിറ്റ് വൈസ് ആയിട്ട് ഞാനൊന്ന് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടേതായിട്ടുള്ള നോട്ടായിട്ട് മാറ്റാം. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം, കൂടുതൽ ബെറ്റർ ആക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്ക് പാട്ട് കേട്ട ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആവശ്യമുള്ളത് ഇല്ലാത്തതും, അതായത് ഈ ചോദ്യോത്തരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ഈ PDF ഫയലിനെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് PDF. അപ്പോൾ ഇതും കൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. സാറേ മെറ്റയല്ല, ജെമിനിയാണ്. ജെമിനി മാറിപ്പോയി. ജെമിനിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മെറ്റയിൽ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ജെമിനിയിൽ വീഡിയോയൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സ്റ്റുഡിയോ സ്റ്റൈലിലൊക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മുടെ B1-നകത്ത് ഞാൻ ഈ ഫോൾഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഡോക്യുമെന്റ്സ്. നമുക്കിനി അടുത്തത് നമ്മുടെ ഈ ഫൈനൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും ഒക്കെയാണ് ഈ 10ാമത്തെ ക്ലാസ് വരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫ്രൈഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രൈഡേ വയ്ക്കാൻ സാധിക്കില്ല. തിങ്കളാഴ്ചയും ക്ലാസ് ഉള്ള ദിവസമാണ്, തിങ്കളാഴ്ചയും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മിക്കവാറും അടുത്ത ഫ്രൈഡേയിലേക്ക് മാറാനാണ് സാധ്യത.
ഡൗൺലോഡ്സിനകത്ത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് ഇത്. പിന്നെ അതുപോലെ കുറച്ച് ഐഡിയാസ് വെച്ചിട്ടുണ്ട് ഈ പ്രവേശനോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് അത് ചെയ്യാം, വീഡിയോ ആയിട്ടും പോസ്റ്ററുകളായിട്ടൊക്കെ. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിലൊക്കെ കൂടുതൽ എക്സ്പേർട്ട് ആവണമെന്ന് ഇങ്ങനെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ച ടൂളുകളും പുതിയ പുതിയതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് വിട്ട് കളയരുത്, ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഗ്രൂപ്പ് ഒന്നൊന്നും ചാടിക്കളയരുത്. ഗ്രൂപ്പിൽ ഒരുപാട് സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് അപ്ലോഡ് ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒത്തിരി ഇതായാലും പാടാണ് അതിനൊക്കെ. ഹാങ് ആവും. ന്യൂ ചാറ്റ് എടുത്ത് ഓക്കെ. ഇതിനകത്ത് ഞാൻ PDF സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. I need extract all question and answers from this PDF. ഈ PDF നിന്ന് എല്ലാ ചോദ്യവും ആൻസറും എനിക്ക് വേണം. ഞാനിത് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് പേസ്റ്റ് ചെയ്ത് തരാം. ഗൂഗിൾ ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് B1-നകത്ത് ഡേ 9-നകത്ത് എഡിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിംഗ് സ്റ്റുഡൻസ് ലെസൺ നോട്ട്സ്
ഒരു PDF എടുത്തിട്ട് അതിനകത്തുനിന്ന് അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറി മാറിയിരിക്കും. എൻ്റെ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇത്. അതിൻ്റെ അകത്ത് മിക്സഡ് ആയിട്ടിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന PDF എന്തായിരുന്നു, ഇത് മിക്സഡ് ആയിട്ടിരുന്നു. പലതും മിക്സഡ് ആയിട്ടിരുന്ന ഒരു PDF ആയിരുന്നു. അതിനകത്തുനിന്ന് നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത് ഇനി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ സാഷയുടെ കാര്യം, സാഷ റഷ് ടു ദ കിച്ചൻ, സാഷ റഷ് ടു ദ കിച്ചൻ ടു നോ വാട്ട് ലവ്ലി സ്മെൽ വാസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യനും എൻ്റെ ആൻസറും ഒക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അഡീഷണൽ ആയിട്ട്? അഡീഷ മറ്റു ഇത് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ യൂണിറ്റിൻ്റെ ആണ് എടുത്തത്. മറ്റ് ക്ലാസ്സുകളിൽ അതിൻ്റെതനുസരിച്ച് വ്യത്യാസം വരും. ഈ രീതിയിൽ അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോംപ്റ്റ് മാറ്റി കൊടുത്ത് 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 കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിനെ നമുക്ക് നമ്മുടെ നോട്ടായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവ എടുക്കുക. ഇനി എല്ലാം ക്യാൻവയിൽ തന്നെ പറയണ്ട, നമുക്ക് ഡോക്ക് എടുക്കാം. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡോക്സ്. കറണ്ട് പോയല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആ നോട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ക്ലാസ്, സ്കൂള്, മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കൂടുതൽ കണ്ടന്റ് കൊടുക്കുക, ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തയ്യാറാക്കി തരും. ഓക്കെ ടീച്ചേഴ്സ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹലോ സാർ അപ്പൊ ഇത് തരുന്ന ആൻസർ കൃത്യമാണോന്നുണ്ടോ സാർ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അത് നമ്മൾ കൊടുത്തു. വെരിഫൈ ചെയ്യണം. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. അത് നമ്മളെ ജോലിയല്ലേ. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യണം. നമുക്ക് പണി അത്യാവശ്യം ഉണ്ട്. കൃത്യമായിരിക്കില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എങ്കിലും ഇംഗ്ലീഷൊക്കെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ക്ലാസ്സിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എളുപ്പമാണ്, മലയാളം ജോലിയുണ്ട്, മാത്സ് നല്ല ജോലിയാണ്. ഇനി ഭാവിയിൽ എൻ്റെ ഒരു പ്രതീക്ഷ ഇതാണ്, ഇത് AI ഡെവലപ്പായി വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ജോലി കുറയും, ഭാരം കുറയും. എങ്കിലും നമുക്കൊരു അസറ്റ് തന്നെയാണ്. നമ്മുടെ കുറേ അധികം പണികളങ്ങ് കുറയല്ലേ. സാർ അപ്പോൾ നമ്മളെ മറ്റൊരാളെ ടീച്ചിങ്ങോടൊക്കെ ചെയ്യുമ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മുടെ ഹാൻഡ് ബുക്കും ഇതെല്ലാം കൊടുക്കുന്ന പോലെ റെഫറൻസ് കൊടുത്ത് ചെയ്താൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമോ ആൻസർ ഇതിന്റെ? ആ നമ്മുടെ കയ്യിൽ കുറച്ച് നോട്ട് നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. കിട്ടാതെ വേറെ വഴിയില്ലല്ലോ, കിട്ടും. അത് നമ്മളത് സംഘടിപ്പിച്ച് വയ്ക്കണം. ഇതുപോലത്തെ കുറച്ച് നോട്ട്സൊക്കെ, പ്രൈവറ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ബെറ്റർ ആക്കി നമുക്ക് കൊടുക്കാം പിള്ളേർക്ക്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പരാതിയാക്കണ്ട, ലേബറിൻ്റെ നിന്ന് എടുത്തു മറ്റേതെടുത്തു മറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞേ പരാതിയാക്കാതെ നമ്മുടെ സ്വന്തം നോട്ടാണ്, അങ്ങനെ ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ അറിയിക്കാം. വെള്ളിയാഴ്ച നമുക്ക് ഈ സമയം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 7 മണിക്ക്, 7 മണിക്ക് പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൺഫേം ചെയ്ത് ഞാൻ പറയാം, ഇതെല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട്. ഉം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ഇത് ചെയ്തിട്ട് നമുക്ക് പിന്നെ പ്രോജക്റ്റിൻ്റെ മറ്റ് പരിപാടികളായിട്ടൊക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിലുള്ള എല്ലാ വർക്കുകളും നിങ്ങളൊന്ന് നോക്കണം.
ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങളുടെ ഡൗട്ടിൻ്റെ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ ഡൗട്ടുകൾ വരുള്ളൂ. നമ്മളിങ്ങനെ ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡൗട്ട് വരത്തില്ല. ഡൗട്ട് വരണമെങ്കിൽ ചെയ്ത് നോക്കണം. ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത്, നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്, അപ്പം നിങ്ങൾ കാണിച്ചു വേണം എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. ക്ലാസ് പലരും അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിലും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സാറേ അസൈൻമെന്റ് 7ഉം 8ഉം ക്ലാസ്സുകളിൽ അസൈൻമെന്റ് ഉണ്ടായിരുന്നില്ലേ? 7 ഞാൻ ഇട്ടില്ലേ? നമ്മുടെ പേജിലുണ്ടാവും, നോക്കണം. എന്റെ കയ്യിൽ 8 വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇടാം. 7ഉം 8ഉം 9ലായിട്ട് ചെയ്താൽ മതിയേ. 7ൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പം അത് 7ൽ കുറച്ചിട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇട്ടത് 7 ഇട്ടിട്ടുണ്ട്, 7 അസൈൻമെന്റ് കിടപ്പുണ്ട്. 8ഉം 9ഉം ഇടാം. നമ്മൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്താണ് സാധനം എന്നുള്ളത് വെച്ചാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഉള്ളു. അതിനെ ഒരു PDF ഫയലായിട്ട് ഒരുമിച്ച് അങ്ങ് എടുത്തിടാം. പിന്നെ ഈ നോട്ട്സ് ഇന്ന് നമ്മൾ ഇട്ടില്ലേ, അതുപോലത്തെ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ആ പേര് പറഞ്ഞിട്ട് ഇടാം. വീഡിയോ വീഡിയോ ആണെങ്കിൽ അത് 7 പറഞ്ഞ വരെ 7 അസൈൻമെന്റ് ഉണ്ട് ഉണ്ട്. അപ്പം ഇനി 8, 9 അല്ലേ, അത് ഞാൻ ഇന്ന് തന്നെ ഇടാം. 8, 9 ഇടാം. ഓക്കെ ടീച്ചേഴ്സ്. ഓക്കെ സാർ, താങ്ക് യു.